ദേശീയപാതയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ദേശീയപാതാ നിർമ്മാണത്തിൽ ആ മുതൽ ക്ഷ വരെ കേരളത്തിന് ബന്ധമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആവർത്തിച്ച് സതീശൻ പറഞ്ഞു. വീണ്ടും റീലിടുമെന്ന് പറയുന്ന റിയാസ് വിള്ളലുകളുള്ള 50-ലധികം സ്ഥലങ്ങളിൽ പോയി റീലിടട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു. റീൽസ് തുടരുമെന്നായിരുന്നു ഫേസ്ബുക്കിൽ റിയാസിന്റെ പ്രതികരണം. മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ റീൽസ് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു, കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തുടരുക തന്നെ ചെയ്യും. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധവുമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധവുമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറയാം. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തണ്ട. സേഫ് സീൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ, ദേശീയപാതയിലെ വിള്ളലുകൾ പോലെ തന്നെയാണ് വിവാദങ്ങളും ഉയർന്നു വരുന്നത്. ഓരോ ദിവസവും വിള്ളലുകൾ പുതിയതായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വിവാദങ്ങൾ കൂടി തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ റീലിന്റെ പേരിലുള്ള വിവാദം, അതിനുള്ള മറുപടിയുമൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ. അതെ ജിൽസി, തെരഞ്ഞെടുപ്പ് വർഷമാണ്. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ തൊടുന്നതെല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ 4ാം വാർഷികം ഇന്ന് അവസാനിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം, അവസാന വർഷത്തേക്കുള്ള ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്ക് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമുക്ക് കാണാൻ കഴിയും. പ്രതിപക്ഷം ഇതെന്തായാലും വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പല വിഷ്വൽസും വരുമ്പോൾ പലയിടങ്ങളിൽ ഓരോ ദിവസവും ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് നിന്ന് വിള്ളലുണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാചകങ്ങൾ കൂടി പ്രതിപക്ഷം ആയുധമാക്കിയെടുക്കുകയാണ്. ആ മുതൽ ക്ഷ വരെ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവും ഇല്ല, എല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. ആ മുതൽ ക്ഷ വരെ കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റി ആണെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് ഇതിൽ ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു എന്ന വാദം ഉയർത്തിക്കൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദേശീയപാതയെ കാണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക്, അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് UDF എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ റിയാസ് പറയുന്നു, റീൽസിൽ തുടരും. പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളോ വിമർശനങ്ങളോ ഞങ്ങൾ കാര്യമാക്കില്ല. ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ, അതുകൊണ്ട് അത് തന്നെ ചെയ്യും എന്ന് പറയുക വഴി വീണ്ടും പ്രതിപക്ഷ നേതാവും പൊതുമരാമത്ത് മന്ത്രിയും തമ്മിലുള്ള വാക്പോര് വീണ്ടും തുടങ്ങുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അത് വീണ്ടും പുനരാരംഭിക്കുന്നത്. ജിൽസി, യെസ്, എന്തായാലും മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ റീൽസുകൾ തുടരും, ഒപ്പം തന്നെ വാക്പോരും തുടരുകയാണ് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് സേഫ് സീൻലാബ്ദീൻ നൽകിയത്.